Hello dears, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ടാറോട്ട് യൂണിവേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്താണെന്ന് അറിയുമോ? അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? അതിനും ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകണ കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരം നമ്മൾ ഈ വച്ചിരിക്കുന്ന 3 കാർഡിലുണ്ടാവും. അതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? എപ്പോഴും അതായത് ഓൾമോസ്റ്റ് ടൈമിലും നമുക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയമാണ്, ഓൾമോസ്റ്റ് ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു വ്യക്തി ഉണ്ടാവും, നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പം നമ്മളുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവും, ആ വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? അഥവാ ആ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ വ്യക്തി നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇനി ഇൻ കേസ് നമുക്ക് തോന്നുവാണ് ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ നമ്മളുടെ അടുത്ത തോട്ട് എന്തായിരിക്കും? ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണം, എങ്ങനെയെങ്കിലും അയാളെ തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കണം. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ടല്ലേ. ഞാനിവരെ ആരെയും ഒന്ന് വിമർശിച്ച് പറഞ്ഞതല്ല കേട്ടോ, നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്ന ഓരോ തോട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഈ സ്നേഹം എന്ന് പറയുന്നത്? എന്താണ് ഈ സ്നേഹം? അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ആൻസർ? അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതുക. അയാളെ എങ്ങനെയും നിങ്ങൾക്ക് സ്വന്തമാക്കണം. അതാണോ സ്നേഹം? എന്നാൽ അതൊരിക്കലും ഒരു സ്നേഹമല്ല. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിൽ നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെയായിരിക്കണം. അതായത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, എവിടെയായിരുന്നാലും കുഴപ്പമില്ല, ആ വ്യക്തി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം. അത് നമ്മൾക്ക് കാണാൻ പറ്റണം. അതാണ് ശരിക്കും നമ്മൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഈ യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വ്യക്തി എനിക്കുള്ളതാണെങ്കിൽ ആ വ്യക്തി എന്തായാലും എന്നിലേക്ക് തിരിച്ചു വരും. ഇനിയിപ്പോൾ തിരിച്ചു വന്നില്ലെന്ന് വെച്ചോ, അതിലും നല്ലത് യൂണിവേഴ്സ് നമുക്ക് തരും, നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ആ വ്യക്തി നമുക്ക് നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കും ആ വ്യക്തി നമ്മളിലേക്ക് വരാത്തത്. അപ്പോൾ അതിലും ബെസ്റ്റായിട്ടുള്ളത് എന്താണ്? നമ്മളെ സ്നേഹിക്കുന്ന യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും. അങ്ങനൊരു വിശ്വാസം കൂടെ നമുക്കുണ്ടാവണം. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിൽ വിശ്വാസമുണ്ട്? എനിക്കറിയില്ല. എല്ലാവർക്കും ഇത് വിശ്വാസം ഉണ്ടാകണമെന്നുമില്ല. അല്ല എങ്കിൽ എല്ലാവർക്കും ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾക്ക് ഒരാൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയൊക്കെ ഫേസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കലാക്കാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ട്രോമയിൽ കൂടിയോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇങ്ങനെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളെ കൊണ്ട് ഒരിക്കലും അതൊന്നും ചിന്തിക്കാനാവില്ല. കാരണം അവർ ആ ഒരു അവസ്ഥയിലായിരിക്കില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞതേ ഉള്ളൂ, വീഡിയോയാണ്. അപ്പോൾ ഇത് എല്ലാവരും അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കരുതെന്ന് പ്രത്യേകം ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ യൂണിവേഴ്സിനറിയാം ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഹാപ്പി ആകുന്നതെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണോ നല്ലത് എന്നൊക്കെ യൂണിവേഴ്സിനറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ
ഒരു പക്ഷേ ആ വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമായിരിക്കും. അതായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ആ വ്യക്തിയെ തിരിച്ച് കിട്ടാത്തത്. അത് നമുക്കൊരിക്കലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്താണ്, നമുക്കെന്താണ് വേണ്ടത്, നമുക്കെന്താണ് നല്ലതെന്നൊക്കെ യൂണിവേഴ്സിന് അറിയാം. അപ്പോൾ ഇനി അഥവാ എനിക്കുള്ളതാണോ എങ്കിൽ അത് ഉറപ്പായിട്ടും എന്നിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് വേറെ ആർക്കും പോവുകയുമില്ല. അങ്ങനെ ആയിരിക്കാൻ, നമ്മുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഉറപ്പായും അങ്ങനെ ആക്കണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ആയിരിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടാവില്ലേ? അതിനുള്ള എല്ലാ ഉത്തരവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ജോബിനെ കുറിച്ച് ചിന്തയുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മാരേജിനെ കുറിച്ച് ചിന്തയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റീകൺസിലേഷനെ കുറിച്ചായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും അതിനുള്ള ആൻസർ ഇന്നത്തെ റീഡിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാനിവിടെ 3 കാർഡ് വെച്ചിട്ടുണ്ട്. ഈ 3 കാർഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതെടുത്താലും നിങ്ങൾ മനസ്സിലിപ്പോൾ ചിന്തിക്കുക, എൻ്റെ കാർഡ് 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിങ്ങളുടെ ആൻസർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ണുകളടച്ച് നിങ്ങളുടെ ചോദ്യം, ഇപ്പോൾ കണ്ണുകളടച്ച് നിങ്ങൾ കാമായിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോടല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇനി കണ്ണുകൾ തുറക്കുക. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. 1 2 3 ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഇതിലേതിലെങ്കിലും ഈ 3 കാർഡിൽ എന്തായാലും ഉണ്ടാവും. തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇത് വിട്ടുകളയണം എന്ന് എനിക്ക് പ്രത്യേകം പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കാർഡുകൾ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് വന്നിരിക്കുന്നത് 2 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടാവുമല്ലോ അല്ലേ? എന്താണ്, നിങ്ങളുടെ വഴിയിൽ ധാരാളം തടസ്സങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് നമ്മൾ പറയുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഇപ്പോഴത്തെ കറൻറ്റ് എനർജിയാണ്. ഇതിന് മാറ്റം വരില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇതിന് മാറ്റം വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള കറൻറ്റായിട്ടുള്ള ആൻസർ നോ എന്നാണ്. പക്ഷേ ഈ എനർജി ചേഞ്ച് ആവുമ്പോൾ അതിൻ്റെ ആൻസർ മേ ബി യെസ് ആയിക്കൂടാ എന്നില്ല, ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ പൈൽ വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഇതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് പരിശ്രമം നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അതെല്ലാം റിക്കവർ ചെയ്യേണ്ടി വരും. ഇനി അപ്പോഴേക്കും നിങ്ങൾക്കിത് യെസ് ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ മനസ്സിലെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് യെസ് എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുപോലെ ഇനി ലവ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ എങ്കിൽ അതിൽ ഉറപ്പായും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം. ഇനി ജോബാണെങ്കിൽ അതിലും ഉണ്ടാകാം കുറേ ഹേർഡിൽസ്, അതായത് നമ്മുടെ സീനിയേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ
എന്ത് തന്നെയാണെങ്കിലും ആൻസർ യെസ് ആണ്. ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് യെസ് ആയിരിക്കുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. ഉറപ്പായും നടക്കും. അതാണ് നിങ്ങളുടെ ചോദ്യം. എന്ത് തന്നെയാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഈ കാർഡിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എന്ത് തന്നെയും ആയിക്കോട്ടെ, അത് ഉറപ്പായും നടന്നിരിക്കും. അതിന് നിങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ആൻസർ കിട്ടി, യെസ് ആണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.